ശ്രീ കെ അനിൽകുമാർ, ഒരുപക്ഷെ കഴിഞ്ഞ ദിവസത്തെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ അത് ഏറ്റവും ശ്രദ്ധേയമാണ്. രാജ്യത്തിന് തന്നെ ഏറ്റവും വലിയ അഭിമാനാർഹമായ നേട്ടങ്ങൾ കൈവരിച്ചൊരു സേനയാണ്. അതിലേതെങ്കിലും നിലയ്ക്കുള്ള പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് കൊണ്ടുവരേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. അതിൽ കൃത്യമായ അന്വേഷണം ഉണ്ടായിരിക്കും. പരാതിയുടെ അടിസ്ഥാനത്തിൽ അതിന്റെ ഗൗരവ സ്വഭാവം കണക്കിലെടുത്തുകൊണ്ടുള്ള അന്വേഷണം ഉണ്ടായിരിക്കുമെന്ന് ആവർത്തിച്ചുറപ്പിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ പി വി അൻവർ MLA അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ടുകൊണ്ട് ഉന്നയിച്ച ആരോപണങ്ങളിൽ കൃത്യമായ തെളിവുകൾ സമർപ്പിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ കാണുന്നു ഈ വിഷയത്തെ? എല്ലാ വിഷയങ്ങളെയും അതിന്റെ വസ്തുതകളുടെയും മെറിറ്റിന്റെയും അടിസ്ഥാനത്തിൽ കാണുകയും നിയമപരമായും രാഷ്ട്രീയപരമായും ശരിയായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന രീതിയാണ് LDF സർക്കാർ എപ്പോഴും സ്വീകരിക്കാറുള്ളത്. ഇപ്പോൾ ഉയർന്ന വിഷയത്തിലും മുൻവിധിയോടുകൂടി ഏതെങ്കിലും ആക്ഷേപങ്ങൾ തള്ളിക്കളയുകയല്ല. ആക്ഷേപങ്ങൾ ഉയർത്തിയ ആളുകൾ അത് ബഹുമാനായ നിലമ്പൂർ MLA ഉയർത്തിയ ആക്ഷേപങ്ങളാണെങ്കിലും ഏത് ആക്ഷേപങ്ങളോടും അതിന്റെ മെറിറ്റ് പരിശോധിക്കുന്ന സ്വീകരിക്കുക എന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞത്. അതനുസരിച്ച് ഒരു മാസത്തിനകം അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ഗൗരവതരമായ ആരോപണങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളെ കണ്ടെത്തുന്നതക്കവണ്ണം ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ അതിന്റെ ചുമതലക്കാരെ നിശ്ചയിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളിലും വലതുപക്ഷം ഉണ്ടാക്കുന്ന ഒരു ആഖ്യാനം ഏതെങ്കിലും ഒരു IAS ഉദ്യോഗസ്ഥന്റെയോ IPS ഉദ്യോഗസ്ഥന്റെയോ വാലിന്റെ തുമ്പിലല്ല പിണറായി സർക്കാർ നിലനിർത്തുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഒരു IAS ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട് ആക്ഷേപങ്ങൾ ഉയർന്നു വന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടോ കേരള ഭരണവുമായി ബന്ധപ്പെട്ടോ തെറ്റായ ഒരു കാര്യം ചെയ്തതായി നാളെ വരെ തെളിയിക്കാനായിട്ടില്ല. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കൂട്ടിക്കെട്ടാൻ നിരവധി പരിശ്രമം നടത്തിയതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ജയിലിലിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ കേരള ഭരണത്തിന്റെ ഭാഗമായി അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ആ സ്വാധീനം പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന പദവി ഉപയോഗിച്ചെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നത് ഇതുവരെ ഒരു വസ്തുതാപരമായൊരു കാര്യം മുന്നോട്ട് വെക്കാൻ ആർക്കുമായിട്ടില്ല. ഇപ്പോ ADGPയുമായി ബന്ധപ്പെട്ടാണ് പ്രധാന ആരോപണം വരുന്നത്. ആ വ്യക്തി കേരള പോലീസിലെ ADGPയാണ്. അദ്ദേഹം ജോലി ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലല്ല. ഇന്നലെ തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ വലതുപക്ഷം ഇതേതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തെറ്റായ കാര്യങ്ങൾ നടക്കുന്നു എന്ന വ്യാജം നിർമ്മിക്കാനാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ADGP വീട് വെക്കുന്നു, അതിൽ തെറ്റായ കാര്യങ്ങൾ ഉണ്ടായെങ്കിൽ അത് രാഷ്ട്രീയ നിയമനമല്ല. IPS ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും പ്രൊമോഷനായി വരുന്നവരിൽ ലഭ്യമാകുന്ന 2-3 പേരിൽ ഒരാളെ ആയിരിക്കുമല്ലോ ഏതെങ്കിലും പ്രത്യേക ചുമതല ഏൽപ്പിക്കേണ്ടി വരിക. അല്ലാതെ ആയിരക്കണക്കിന് ആളുകളിൽ നിന്നും ഒരാൾ കണ്ടെത്തലല്ല. 10 കൊല്ലമായി അധികാരത്തിലിരിക്കുന്ന കേന്ദ്രാധികാരം കൈയാളുന്ന BJP കേന്ദ്ര സർവീസിൽ പെട്ടവരെ നിലയ്ക്ക് IAS ഉദ്യോഗസ്ഥന്മാർക്കിടയിലും IPS ഉദ്യോഗസ്ഥന്മാർക്കിടയിലും പ്രത്യേകമായി ഇടപെടൽ നടത്തുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിൽ അറിയാവുന്നൊരു കാര്യമാണ്. എങ്ങനെയാണ് EDയും CBIയും ഇതേ IAS IPS നിലവാരത്തിലുള്ളവരെല്ലാം ദുരുപയോഗിക്കപ്പെടുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോ IPS ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ ചാഞ്ചാടി കളിക്കുന്നവരുണ്ടാകാം, തെറ്റായ നിലപാട് സ്വീകരിക്കുന്നവരുണ്ടാവാം. 100 കാര്യങ്ങൾ ശരിയായ നിലപാട് സ്വീകരിച്ചിട്ടും 2-3 കാര്യങ്ങൾ തെറ്റായ നിലപാട് സ്വീകരിക്കുന്നവരുണ്ടാവാം. അത്തരം കാര്യങ്ങളിൽ ഏത് കാര്യമാണോ തെറ്റുണ്ടായത് ആ തെറ്റിൽ വിട്ടുവീഴ്ചയില്ല. അതാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഒരു വ്യക്തിയെ മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ പാർട്ടിയുടെയോ അല്ലെങ്കിൽ LDFന്റെയോ ആളായി ചിത്രീകരിച്ചിട്ട് ആ ആളൊരു വ്യക്തി തെറ്റിൽ ചെന്ന് വിട്ടാൽ ഇതാണ് സർക്കാർ എന്ന ആഖ്യാനം ഉണ്ടാക്കാനാണ് മാധ്യമങ്ങൾക്ക് നല്ല കൗതുകം. ആ കൗതുകം അധികം മുന്നോട്ട് കൊണ്ടുപോകാനാവാത്തതിന് ഒരു പ്രധാനപ്പെട്ട കാരണം സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപമാണ്. ആക്ഷേപത്തിലെ പരാതിക്കാരിയുടെ പരാതി കോൺഗ്രസിന്റെ പ്രാമാണികരായ നേതാക്കന്മാർക്ക് വേണ്ടിയാണ് ഈ തെറ്റായ ഇടപെടൽ നടത്തിയെന്നാണ് ഒരാക്ഷേപം. അതിന്റെ വസ്തുതകളും പരിശോധിക്കപ്പെടുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് വേണ്ടി ഈ ഉദ്യോഗസ്ഥന് വിടുപടി ചെയ്തു എന്നൊരു ആക്ഷേപം ഉയർന്നു വരുമ്പോൾ ആ ആക്ഷേപവും പരിശോധിക്കപ്പെടുകയാണ്. അതിനർത്ഥം എന്താണ്? CPM പറയുന്ന പോലെ എന്തും ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരായിരുന്നില്ല ഇവർ എന്നാണ് ഈ ആക്ഷേപത്തിന്റെ ഒരു ഭാഗം. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ ഈ വിഷയത്തിനകത്ത് രാഷ്ട്രീയമായി സർക്കാരിനെ വേട്ടയാടാൻ പതിവ് പോലെ ഒരു അവസരം തേടി നടക്കുകയാണെങ്കിൽ അതിനുള്ള അവസരം ഇതിൽ ലഭ്യമല്ല. മെറിറ്റിൽ നിയമാനുസരണം എന്താണോ കേരള സർക്കാർ അതിന്റെ ആർജവത്തോടെ മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത് അതിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തും എന്ന് തന്നെയാണ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത്.